വെള്ളാപ്പള്ളി നടേശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് കുറച്ചു നാളുകളായി തന്നെ നാം കാണുന്നതാണ്. അദ്ദേഹവുമായി പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും, അടുത്തൊരു UDF സർക്കാർ വരികയാണെങ്കിൽ അതൊരു പച്ച സർക്കാരായിരിക്കും. അത് അങ്ങനെ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഏറ്റവും അവസാനം NSS തന്നെ തുറന്ന് അദ്ദേഹത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഈ പിന്തുണ ഒരു NSS SNDP ഐക്യത്തിലേക്കായിരിക്കുമോ എത്തി നിൽക്കുക? അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ NSS, SNDP, KPMS, ബ്രാഹ്മണ സഭ എല്ലാവരും ഒന്നിക്കേണ്ട സമയമാണ്. അത് നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ സാർ സൂചിപ്പിക്കുമായിരുന്നു, നായർ മുതൽ നായാടി വരെ നമ്പൂതിരി വരെ ഐക്യമില്ല എങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞ് UDF ഗവൺമെൻറ് വരുമ്പോൾ ആനുകൂല്യങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിലുള്ളവർ കൊണ്ടുപോകും. ഹിന്ദുക്കളായ നായർക്കും SNDPക്കാർക്കും KPMSകാർക്കും ബ്രാഹ്മണക്കാർക്കും ഒന്നും കിട്ടുകയില്ല എന്ന് കുറേ കാലം കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ അത് പ്രാവർത്തികമായാൽ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ദുർബലമാകും. മറു സൈഡിൽ BJP ശക്തിപ്പെടുമോ എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് ഇവർ ഒരു വിഭാഗത്തെ മാത്രം ന്യൂനപക്ഷ പ്രകടനം നടത്തി പോകുന്നത്. അപ്പോൾ അത് വെള്ളാപ്പള്ളി നടേശന് മനസ്സിലായി. ഇക്കണക്കിന് പോകുകയാണ് എങ്കിൽ ഏറെ താമസിക്കാതെ 2040 ആകുമ്പോഴേക്കും SNDPയിൽ നിന്ന് ആൾക്കാർ പൊഴിഞ്ഞു പോകും. കാരണം ജോലി സ്ഥലങ്ങളിൽ അവർക്ക് സംഭരണങ്ങൾ കിട്ടുന്നില്ല, ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളില്ല, പഴയതുപോലെ കോളേജുകളോ ഒന്നും ഇപ്പോൾ അനുവദിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രവണത ശ്രീ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായതുകൊണ്ടാണ് അടുത്ത് UDF ഗവൺമെൻറ് വരികയാണ് എങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുവരെ എല്ലാ മേഖലകളിലും പച്ച സർക്കാരുകളുണ്ടാകും. അവിടെ കോൺഗ്രസ്സിനൊരു പ്രസക്തി വരികയില്ല. കാരണം നമുക്ക് അനുഭവമുണ്ട്. ഏകദേശം കുറച്ച് ഈ 2 ടൈം ശ്രീ പിണറായി വിജയൻ അവർ ഭരിക്കുന്നു. അല്ല, അതോടൊപ്പം തന്നെ ഈ വെള്ളാപ്പള്ളി ആക്രമിക്കുന്ന കാര്യം പറഞ്ഞത്, ഈ പച്ച സർക്കാരിനെ നയിക്കാൻ നിൽക്കുന്ന VD സതീശൻ പലതവണ ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിയതാണ് ഈ പച്ച മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിഷയം. അതെന്താണ്? ഈ വെള്ളാപ്പള്ളി തന്നെ പറയുന്നത്, ഞാനൊരു 89-90 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, എന്നെ ഒന്ന് കയറിൽ കയറ്റി അതുവരെ ഒന്ന് ഇറക്കിയതിൽ എന്താണ് പ്രശ്നം? ഒരു തെറ്റുമില്ല. കാരണം ഇവർ തമ്മിൽ ഒന്നിച്ചു പോയാൽ VD സതീശൻ പറയുന്ന കാര്യം അവിടെ നടക്കൂല, VD സതീശൻ മുഖ്യമന്ത്രിയാവാക്കൂല. അപ്പോൾ ഇവർ തമ്മിൽ കാറിൽ ഒന്നിച്ചു പോകുന്നതും മുഖ്യമന്ത്രിയുമായി കുറേ ദിവസം കൊണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്നതും അദ്ദേഹം നയിക്കുന്ന SNDPയെയും ഈ സതീശനും അദ്ദേഹത്തിന്റെ ചില ആൾക്കാരും എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അല്ല, അതാണ് അദ്ദേഹം ഒരു പച്ച സർക്കാർ ഉണ്ടാക്കുമ്പോൾ അതിനെ നയിക്കാൻ, അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ സ്വപ്നം. പക്ഷെ ഈഴവ സമുദായത്തെ നോക്കുകയാണെങ്കിൽ അവർ വലിയ വോട്ട് ബാങ്കാണ്. പ്രത്യേകിച്ച് കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഉണ്ട്. ആ വോട്ട് ബാങ്കിനെതിരായി ഇദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് എന്തിനാണ്? ന്യൂനപക്ഷത്തിന്റെ വോട്ട് വാങ്ങാനാണ്. ന്യൂനപക്ഷത്തിന്റെ വോട്ട് വാങ്ങുവാനും SNDPയുടെ ഇപ്പോഴുള്ള സ്ഥാപനങ്ങളിലുള്ള കാര്യങ്ങൾ നടക്കുകയില്ല. SNDP ഒരു സമുദായ നേതാവെന്ന് പറയുമ്പോൾ ആ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, ആ സമുദായത്തിൻ്റെ ന്യൂജൻ ആൾക്കാരെ വളർത്തിയെടുക്കുക. അതിന് അദ്ദേഹത്തിന് പറ്റുകയില്ല. വേറൊരു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലൊരു സർക്കാർ ഇവിടെ വരികയാണ് എങ്കിൽ എല്ലാം മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ ആനുകൂല്യങ്ങൾ കൊണ്ടുപോകും. ഇപ്പോൾ MES പോലുള്ള സംഘടനകൾ, മുസ്ലിം ലീഗിൻ്റെ പല സംഘടനകൾ നിരവധി സർക്കാർ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടു പോകുകയും ന്യൂനപക്ഷമായിരിക്കുന്ന ഹിന്ദുക്കളുടെ ഇടയിലുള്ള SNDPക്കാർക്ക് ആ ആനുകൂല്യങ്ങൾ കുറയും. അത് വെള്ളാപ്പള്ളിക്ക് അറിയാം. വെള്ളാപ്പള്ളിയുടെ സമുദായങ്ങൾക്ക് സഹായം ചെയ്യുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം തുടരെ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഘടനകളുടെ പിന്നിലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ കുറയുമ്പോൾ വെള്ളാപ്പള്ളിക്ക് മാത്രം ശക്തി പോരാ. അപ്പോൾ നായർ സമുദായം NSSും ജോയിൻ്റ് ആവണം. അപ്പോൾ അതർ ബാക്ക്വേർഡ് കാസ്റ്റും ഉയർന്ന ജാതിയിൽ വരുന്ന നായർ സമുദായവും ഈക്വലൻ്റായിട്ട് വരുമ്പോൾ ഈ പച്ച സർക്കാരിനെയും വർഗീയ പ്രകടനം നടത്തുന്ന കോൺഗ്രസ്സുകാരെ എതിർക്കാൻ കഴിയുമെന്ന് വെള്ളാപ്പള്ളിക്കറിയാം. അതുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്, നായർ സമുദായം, നായർ സർവീസ് സൊസൈറ്റിയുടെ സുമാരൻ നായരുമായിട്ട് അടുക്കുവാൻ കാര്യവും അവർ തമ്മിൽ ഫോൺ വിളിക്കും. പണ്ടൊക്കെ മന്നാം ജയന്തി വരുമ്പോൾ പെരുന്നയിൽ വെള്ളാപ്പള്ളി നടേശൻ പുഷ്പാർച്ചനയ്ക്ക് ഓടിയെത്തും. ഈ കുറച്ച് സമ്മേളനങ്ങളിലാണ് ഉള്ളത്. ഉദാഹരണം കരുണാകരനറിയാം, നായർ സമുദായം എന്ന് പറയുന്ന സംഘടന ഇവിടെ വളർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിനോ കരുണാകരനോ അന്ന് ലീഡർഷിപ്പിൽ ഇരിക്കാൻ കഴിയുകയില്ല.
അതുകൊണ്ടാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് വിട്ടു. ബുദ്ധിമാനായ കരുണാകരൻ ആ സമയത്താണ് UDF എന്ന് പറയുന്ന ബാന്ധവം കൊണ്ടുവന്നത്. മുസ്ലിം ലീഗിനെ മുന്നണിയിൽ എടുപ്പിച്ചത് ആ സമയത്താണ്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള ഇവിടെ NSSനെ നയിച്ചിരുന്നപ്പോൾ ഏകദേശം 16-ൽ പരം MLAമാർ NDPക്ക് ഉണ്ടായിരുന്നു, NSSനുണ്ടായിരുന്നു. ഇവിടുത്തെ ആരോഗ്യം NDP കൈകാര്യം ചെയ്യും, വിദ്യാഭ്യാസം NDPക്ക് കൈകാര്യം ചെയ്യും. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, നേമം പോലുള്ള സ്ഥലങ്ങളിൽ NDP MLA ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ സമുന്നത നേതാവ് NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ സിംഗപ്പൂരിലേക്ക് സൂഹിക്കുവാൻ വേണ്ടി ഹൈക്കമ്മീഷണറായിട്ട് അയച്ചു, സംഘടനയെ തകർത്തു. ഇത് കോൺഗ്രസിൻ്റെ സ്ഥിരം സമുദായ സംഘടനകൾ വളർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആപത്താണെന്ന് മനസ്സിലാക്കി വളരുന്ന സമുദായ നേതാക്കൾക്ക് ഓച്ചാരം കൊടുത്തുകൊണ്ടും ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടും അണികളെ തെരുവിലിറപ്പിക്കുന്ന ഒരു പ്രവണത എന്നും കോൺഗ്രസിനുണ്ട്, മുസ്ലിം ലീഗിനുമുണ്ട്. നമുക്കറിയാം, അന്ന് സുകുമാരൻ നായരൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള ഒരു കരയോഗം വരണമെന്ന് പറഞ്ഞാൽ ഒരു മന്നം പത്മനാഭൻ വരുന്ന രീതിയിലുള്ള ആനയും അമ്പാരിയും സ്വീകരണങ്ങളാണ്. ഇന്നോ NSS സൃഷ്ടിച്ചു പോകുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു സമുദായ അംഗങ്ങളെ ഒറ്റിക്കൊടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇന്ന് സമുദായ സ്നേഹമെന്ന് പറഞ്ഞ് വെറും സമ്മേളനങ്ങളും കരയോഗങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ. സമുദായ അംഗങ്ങൾക്ക് യാതൊരു നിവൃത്തിയും സർക്കാർ തലത്തിൽ കിട്ടുന്നില്ല. നായർ സമുദായങ്ങൾക്ക് ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥയാണ്. നായർ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ന്യൂനപക്ഷ ആനുകൂല്യമായ ഈ സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ള നിലയിൽ ആനുകൂല്യം സംസ്ഥാന സർക്കാർ നായർ കുട്ടികൾക്ക് പഠിക്കുവാനോ സ്കോളർഷിപ്പുകൾക്കോ ആനുകൂല്യങ്ങൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ജോലികൾക്കോ ഇന്ന് നായർ കുട്ടികൾക്ക്, നായർ വിദ്യാർത്ഥികൾക്കോ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല. അവർ പറയുന്ന സാമ്പത്തിക സംവരണം ഇന്ന് കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയാണ് 10% സംവരണം മുന്നോക്ക ജാതിക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ബ്രാഹ്മണരും വരും, നായരും വരും. അതർ ബാക്ക്വേർഡ് കാസ്റ്റുകാരനുള്ള സംവരണം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിലാണ്, സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ തലസ്ഥാനം പോലുള്ള സ്ഥലത്ത് BJP വിജയിക്കുന്നത്. ഇന്ന് പണ്ട് സ്ഥിരം 10% സാമ്പത്തിക സംവരണം നായർ സമുദായം ചോദിച്ചു. ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ സാമ്പത്തിക സംവരണം 10% കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല. ആകെ കൊടുത്തിട്ടുള്ളത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. നരേന്ദ്രമോദി ബ്രാഹ്മണനോ ക്ഷത്രിയനോ നായരോ ആയതുകൊണ്ടല്ല. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പൾസ് അറിയാം. കേരളത്തിലെ ഉയർന്ന ജാതിയിൽ ജനിച്ചാൽ ഇന്ന് അവർ താഴ്ന്ന ജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ പോലും ഇല്ലെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് ഉയർന്ന ജാതിക്കാർക്ക് 10% സംവരണം വന്നിട്ടുള്ളത് ഇന്ത്യയിൽ. അത് ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിൽ ടാക്കൂറിനുണ്ട്, കേരളം പോലുള്ള സ്ഥലത്ത് നായർ സമുദായത്തിനുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുള്ള മറ്റ് രാജ്യത്തുള്ള കർണാടകത്തിലുള്ള ലിംഗായത്തുകാർക്കുണ്ട്, ജാട്ടുകാർക്കുണ്ട്. എല്ലാ സമുദായത്തിനും ഓൾ ഇന്ത്യയിൽ 10% സംവരണമുണ്ട്. കേരളത്തിലോ 10% സംവരണം ഇല്ല. അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്നും പറഞ്ഞ് ന്യൂനപക്ഷമെന്നും പറഞ്ഞ് അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് സമുദായ സംഘടനകളെന്ന് പറയുന്ന NSS മനസ്സിലാക്കി. ഇത് സമുദായ സംഘടന എന്ന് പറയുന്ന SNDP മനസ്സിലാക്കി. അതുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് നായർ മുതൽ നമ്പൂതിരി വരെയും നായാടി വരെ ഒന്നിക്കണം, നസ്രാണികളെയും മറ്റുള്ളവരെയും മാറ്റി നിർത്തണമെന്ന് പറയുന്നത്. കാരണം അവർക്ക് ഓൾറെഡി ആനുകൂല്യങ്ങളുണ്ട്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോലി സംവരണം മുസ്ലിം സഹോദരങ്ങൾക്കുണ്ട്, മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുണ്ട്, മറ്റ് താഴ്ന്ന ജാതിക്കാർക്കുണ്ട്. പക്ഷേ എന്തിന്? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് മതങ്ങളുടെ പേരിലുള്ള സംവരണം കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നുണ്ട്. ആരാണോ കഴിവുള്ളവർ, അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് വരണമെന്ന് പറയുന്നത്. ഇവിടെ NSSൻ്റെ പേരിലോ ബ്രാഹ്മണൻ്റെ പേരിലോ SNDPയുടെ പേരിലോ പിന്നോക്കരുടെ പേരിലോ ദളിതരുടെ പേരിലോ മുസ്ലിങ്ങളുടെ പേരിലോ ക്രിസ്ത്യാനികളുടെ പേരിലോ ജാട്ടുകാരുടെ പേരിലോ ബുദ്ധൻ്റെ പേരിലോ വേണ്ട. ഭാരതത്തിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ ഗോകർണം വരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഭാരതത്ത്
ഒരു കോമൺ സിവിൽ കോഡ് കൊണ്ടുവന്നാൽ തെറ്റെന്തോന്നാണ്? അതിനെയാണ് ഈ രാഷ്ട്രീയ കോമരങ്ങളായ ഇടതുപക്ഷങ്ങളും കോൺഗ്രസും എതിർക്കുന്നത്. വിഘടന രാഷ്ട്രീയം ഭരിച്ച് ജാതി മത സംഘർഷമുണ്ടാക്കി അവർക്ക് ഭരണത്തിലെത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് ആ ബില്ല് പാർലമെൻറ്റിൽ കോമൺ സിവിൽ കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇവർ എതിർത്ത കേസ് എന്താണ്? ഒരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഒന്നും ഉണ്ടാകുകയില്ല. കോമണായിട്ട് ആരാണ് കഴിവുണ്ട്? ബ്രാഹ്മണർക്ക് കഴിവുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോട്ടെ. താഴ്ന്ന ജാതിക്കാർക്ക് എഡ്യൂക്കേഷൻ മുൻഗണന ഉണ്ട് എങ്കിൽ അവർ ജോലിക്ക് പോട്ടെ. മുസ്ലിം സഹോദരങ്ങളിൽ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർ ജോലിക്ക് കയറട്ടെ. ക്രിസ്ത്യൻ സഹോദരങ്ങളിൽ പഠിപ്പും വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവർ വരട്ടെ. അവിടെ ആർക്കും 10% സംവരണവും 28% സംവരണവും ഒന്നും കൊടുക്കണ്ട. ഭാരതത്തിലെ യുവതി യുവാക്കൾക്ക് ജോലി സംവരണം കോമൺ സിവിൽ കോഡ് വഴി പോകുക. അതാണ് നരേന്ദ്രമോദിയുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് രാഷ്ട്രീയ പാർട്ടികൾ ഈ SIR വന്നതുപോലെ എതിർക്കുകയാണ്. SIR വന്നപ്പോൾ എന്താണ്? യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാവുള്ളൂ. കേരളത്തിൽ വരുന്ന സോട്ടോ എന്ന് വിളിക്കുന്ന ബംഗാളികൾക്കോ ബീഹാറികൾക്കോ ഇവിടെ വോട്ട് കൊടുക്കാൻ നിർവാഹകർ. ഇവിടെ എത്ര ബംഗാളികൾക്ക് ഐഡൻറ്റിറ്റി കാർഡുണ്ട്, വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാനും കണ്ടു ഇപ്പോഴ് ബംഗാളി ഇവിടെ വോട്ട് രേഖപ്പെടുത്തുവാൻ പോകുന്നു. അപ്പോൾ ബംഗാളിക്ക് ഇവിടെയും വോട്ടുണ്ട്, ബീഹാറിലും വോട്ടുണ്ട്. മലയാളികൾക്ക് ഞാനുള്ള ബൂത്തിൽ വോട്ടുണ്ടെങ്കിൽ വേറൊരു മണ്ഡലത്തിൽ വേറെ സ്ഥലത്ത് വോട്ടുണ്ട്. ഇങ്ങനെ വോട്ടുകളെ ഇരട്ടിപ്പിച്ച് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ജയിച്ചു കൊണ്ടിരുന്നു. വോട്ട് ചോരി എന്ന് പറഞ്ഞ് നമ്മുടെ രാഹുൽ ഗാന്ധി സമരങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ജനാധിപത്യത്തിൽ കള്ളത്തരം കാണിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് ഒരേ ഒരു വോട്ടേ പാടുള്ളൂ. ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ കാർഡുള്ളവർ ഒരു വോട്ട് ചെയ്താൽ മതി, 2 ബൂത്തിൽ വോട്ട് ചെയ്യണ്ട, 4 ബൂത്തിൽ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ പരിഷ്കരണം കൊണ്ടുവരുന്നത്. അത് ഗവൺമെൻറ്റല്ല, ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനമാണ് നയപരമായി. പക്ഷേ അത് മോഡിയുടെ തലയിലാണ് കുറ്റം. അതുകൊണ്ട് ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റിൽ ഇവിടെ സംവരണങ്ങൾ നിർത്തലാക്കണമെങ്കിൽ കോമൺ സിവിൽ കോഡ് ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ പാസ്സായി എല്ലാ അസംബ്ലികളും രാഷ്ട്രപതി ഒപ്പുവെച്ച് എല്ലാ അസംബ്ലികളിലും അത് വരികയാണ് എങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പച്ച സർക്കാരുകൾ വരുവാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.